ഈ നിയമസഭയിൽ അംഗമായിരുന്ന ശ്രീ വാഴൂർ സോമൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് തൻ്റെ പൊതുജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം വിനിയോഗിച്ചത്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വിഷമം നിറഞ്ഞ കാനനപാതകൾ താണ്ടി അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട്. പൊതുസമൂഹവുമായി കലർന്നൊഴുകാൻ പലപ്പോഴും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന തോട്ടം തൊഴിലാളികളെ പൊതുധാരയുടെ ഭാഗമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ തൊഴിലവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. തോട്ടം തൊഴിലാളികളെ സംഘബോധത്തിലേക്ക് നയിക്കാനും അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം മുന്നിൽ നിന്നു. അതെല്ലാം തന്നെ ശ്രീ വാഴൂർ സോമനെ പല പ്രമാണിമാരുടെയും അപ്രീതിക്ക് പാത്രമാക്കി. തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ശ്രീ വാഴൂർ സോമന്. അത്തരത്തിൽ ആർജിച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകനെ കൂടുതൽ വിളക്കിയെടുത്തു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഇക്കഴിഞ്ഞ 4 വർഷക്കാലത്തിലധികം ഈ സഭക്കകത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. സഭക്കകത്തും പുറത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപോലെ ഏറ്റെടുത്തു. അത്തരത്തിൽ കർമ്മനിരതനായിരിക്കെയാണ് അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തെ കവർന്നെടുത്തത്. ഒരേ സമയം ഞെട്ടലും ദുഃഖവും ഉളവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. ശ്രീ വാഴൂർ സോമൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു.